എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ BEd അതായത് ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ അത് നിങ്ങൾക്ക് ടീച്ചർ ആവാനാണ് താല്പര്യമുള്ളത് എങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാവുന്ന ഒരു കോഴ്സാണ് BEd കോഴ്സ്. അപ്പോൾ BEd കോഴ്സിൻ്റെ യോഗ്യത എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഡിഗ്രിയാണ്. നിങ്ങൾക്ക് ഏത് വിഷയത്തിലാണോ ടീച്ചർ ആവാൻ താല്പര്യം അതിനനുസരിച്ചിട്ടുള്ള വിഷയത്തിൽ നിങ്ങൾ ഈ ഒരു ഡിഗ്രി കോഴ്സ് എടുത്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഡിഗ്രി കോഴ്സ് എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ രീതിയിൽ BEd കോഴ്സുകളിലേക്ക് അഡ്മിഷൻ കിട്ടുക. ഡിഗ്രിയാണ് ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഏത് വിഭാഗത്തിലാണോ ടീച്ചർ ആവാനായിട്ട് ആഗ്രഹം അതിനനുസരിച്ചുള്ള കോഴ്സുകളായിരിക്കണം ഡിഗ്രിക്ക് എടുക്കേണ്ടത്. അപ്പോൾ BEdൻ്റെ ഈ ഒരു അതായത് BEd എന്ന് പറയുമ്പോൾ ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ ആ ഒരു ഡിഗ്രി നിങ്ങൾക്ക് കരസ്ഥമാക്കണമെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രവേശനത്തിനായിട്ട് ഒരു നിശ്ചിത യോഗ്യതകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വിഭാഗത്തിൽ ടീച്ചർ ആവണമെന്നുണ്ടെങ്കിൽ അതിനായിട്ട് എന്താണ് യോഗ്യത എന്നുള്ളത് കൃത്യമായിട്ട് ഓരോ യൂണിവേഴ്സിറ്റിയുടെയും ഈ ഒരു BEd പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള പ്രോസ്പെക്ടസിൽ കൃത്യമായിട്ട് അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിലവിൽ ഈ ഒരു MG യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നിങ്ങനെ വിവിധ യൂണിവേഴ്സിറ്റികൾ ഈ ഒരു BEd കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ചില യൂണിവേഴ്സിറ്റിയുടേത് ഈ ഒരു അപേക്ഷ ഇനി 2 ദിവസം കൂടി മാത്രമാണ് അപേക്ഷ സമർപ്പിക്കാനായിട്ടുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ജൂൺ 16-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. അതായത് ജൂൺ 16-ാം തീയതിയാണ് BEd കോഴ്സുകളിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള ആ ഒരു ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 16-ാം തീയതിയാണ്. അതുപോലെ തന്നെ MG യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ജൂൺ 17-ാം തീയതിയാണ്. കേരള യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ജൂൺ 26-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് BEd കോഴ്സുകളിലേക്ക് ഏത് യൂണിവേഴ്സിറ്റികളിലേക്കാണ് പ്രവേശനം ആഗ്രഹിക്കുന്നത് ആ ഒരു യൂണിവേഴ്സിറ്റികളുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾ ഈ ഒരു BEd കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം MG യൂണിവേഴ്സിറ്റിയുടെ BEd CAP 2025 എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ തന്നെ MEd ഉണ്ട്. അത് BEd കംപ്ലീറ്റ് ചെയ്തവർക്കാണ് ഈ ഒരു മാസ്റ്റേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ എന്നുള്ള ആ ഒരു രീതിയിൽ ഈ ഒരു MEd ചെയ്യാനായിട്ട് സാധിക്കാം. അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് BEd കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ അതായത് MG യൂണിവേഴ്സിറ്റിയുടേത് ഈ ഒരു ജൂൺ 17-ാം തീയതി വരെയാണ്. അപ്പോൾ ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് മുകളിലായിട്ട് തന്നെ അതിൻ്റെ ആ ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ പോകുന്നത് കാണാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഷെഡ്യൂൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ജൂൺ 17-ാം തീയതി വരെയാണ് ഈ ഒരു MG യൂണിവേഴ്സിറ്റിയുടേത് അപേക്ഷ സമർപ്പിക്കാനെന്നാണ്. അതായത് ജൂൺ 17-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുക. അപ്പോൾ ഇതിൻ്റെ ഷെഡ്യൂൾ വേണമെങ്കിൽ ഇവിടെ സൈഡിലായിട്ടുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഷെഡ്യൂൾ വന്നിട്ടുണ്ടാകും. ക്യാപ്പിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഷെഡ്യൂൾ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു BEd പ്രോഗ്രാമിൻ്റെ ആ ഒരു ഷെഡ്യൂൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ കാണാൻ പറ്റുന്നതാണ്. ചിലപ്പോൾ ഈ ഒരു MG യൂണിവേഴ്സിറ്റി സാധാരണ ഈ ഒരു ഷെഡ്യൂളിൽ പറഞ്ഞതിനേക്കാൾ നേരത്തെ തന്നെ ഓരോ അലോട്ട്മെൻറ്റും പ്രസിദ്ധീകരിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ഡേറ്റുകളിൽ നിന്ന് ചിലപ്പോൾ മാറ്റം ഉണ്ടാവും. ഇനി വിദ്യാർത്ഥികൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കണമെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സൈഡിലുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ആക്കിയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. കാരണം ഇത് വെബ് വേർഷനാണ്, അതായത് വെബ്സൈറ്റിൽ നിന്ന് മാത്രം ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന വേർഷനാണ്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് അടുത്തത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് ആയിട്ടുള്ള അപ്പോൾ അടുത്തത് നമുക്ക് കേരള യൂണിവേഴ്സിറ്റി നോക്കാം. കേരള യൂണിവേഴ്സിറ്റിയുടേതാണെങ്കിൽ admission.keralauniversity.ac.in/BEd 2025/ എന്നുള്ള പേജ് വഴിയാണ് നിങ്ങൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാനുള്ള പ്രോസ്പെക്ടസ്, ഇതിൻ്റെ എന്തൊക്കെയാണ് യോഗ്യത എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നതിനായിട്ടുള്ള പ്രോസ്പെക്ടസ് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 26, അതായത് 22 അതായത് മാറിപ്പോയതായിരുന്നു. 22 ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കുക. ഇതിൻ്റെ ഷെഡ്യൂൾ വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ഷെഡ്യൂൾ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷെഡ്യൂൾ ഈ ഒരു പേജിലാണ് സാധാരണ വരിക. അതായത് ഈ ഒരു വാട്സ് ന്യൂ എന്നുള്ള ഭാഗത്താണ് ഈ ഒരു ഷെഡ്യൂൾ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് ആണെങ്കിൽ admission.uoc.ac.in/admission എന്നുള്ള പേജ് വഴിയാണ് നിങ്ങൾ ഈ ഒരു അപേക്ഷ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും BEdൻ്റെ ആ ഒരു അഡ്മിഷൻ്റേത്. ജസ്റ്റ് ഇത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ അതിൻ്റെ BEdൻ്റേത് ഇവിടെ ചിലപ്പോൾ ഉണ്ടാകും. അപ്പോൾ നമുക്ക് അത് നോക്കാം, ആ ഒരു പേജ് ഏതാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഹോം പേജിലാണ് വരേണ്ടത്. അതായത് admission.uoc.ac.in എന്നുള്ള പേജിൽ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇവിടെ BEd 2025-26 അപ്ലൈ നോ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു BEd കോഴ്സുകളിൻ്റെ ആ ഒരു പേജിലേക്ക് വരുന്നതാണ്. കാരണം ഇതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പേജാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു പേജിലേക്ക് വരും. അതുപോലെ ഇവിടെ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, പ്രോസ്പെക്ടസ് കൊടുത്തിട്ടുണ്ട്, അപ്ലൈ നോ എന്ന് പറഞ്ഞ കൊടുത്തിട്ടുണ്ട്, ഫീസ് സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫീസ് സ്ട്രക്ചർ നോക്കാം. അപ്പോൾ ഇവിടെ ട്യൂഷൻ ഫീസ് ഗവൺമെൻറ് കോളേജ് എയ്ഡഡ് ട്രെയിനിങ് കോളേജിലാണ് കിട്ടുന്നതെങ്കിൽ 2100 പെർ ഇയർ ആണ്. അഡ്മിഷൻ ഫീസ് 55 രൂപയാണ്.
അതുപോലെ തന്നെ എങ്ങനെയാണ് ഓരോ ഫീസും വരുന്നത് എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സെൽഫ് ഫിനാൻസ് കോളേജ് ആണെങ്കിൽ നിങ്ങൾക്ക് B.Ed കോഴ്സിന് ഒരു മെറിറ്റ് സീറ്റിലാണെങ്കിൽ പെർ ഇയർ 45,000 രൂപയാണ് വരിക. അതുപോലെ തന്നെ ഒരു മാനേജ്മെൻറ്റ് സീറ്റാണെങ്കിൽ 60,000 പെർ ഇയറാണ് ഫീസ് വരിക. ഇനി അടുത്തതായിട്ടുള്ളത് സ്പെഷ്യൽ ഫീസ് അതുപോലെയുള്ള വിവിധ ഫീസുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ടീച്ചർ എഡ്യൂക്കേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് കോഷൻ ഡെപ്പോസിറ്റ് 1165, അതുപോലെ അഡ്മിഷൻ ഫീസ് 2555, ട്യൂഷൻ ഫീസ് 49,550 പെർ ഇയർ. ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഫീസ് വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് സീറ്റ്, ഗവൺമെൻറ് സീറ്റ് എത്ര രൂപയാണ് ഫീസ് വരിക എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ സൈഡിലുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. ഇത്രയുമാണ്. ഇത് വെബ് വേർഷനിലായിട്ടാണ് നിങ്ങൾക്ക് PDF കിട്ടുക. അപ്പോൾ ആ ഒരു PDFനെ ജസ്റ്റ് നിങ്ങൾക്ക് ഫോണിലേക്ക് സേവ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടേത്. അപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടേത് നിലവിൽ ഈ ഒരു B.Ed കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ ആരംഭിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. കാരണം ഇവിടെ അഡ്മിഷൻ്റെ ആ ഒരു വിഭാഗത്തിൽ ഇവിടെ B.Edൻ്റേത് കാണുന്നില്ല, M.Edൻ്റേത് മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു B.Edൻ്റെ നിലവിൽ സ്റ്റാർട്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അഡ്മിഷൻസ് എന്നുള്ള ഓപ്ഷൻ്റെ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് വരാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ B.Edൻ്റെ നിലവിൽ കാണുന്നില്ല, M.Edൻ്റേത് മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ B.Edൻ്റെ വരുന്ന സമയത്ത് നിങ്ങൾ അതിന് അപ്ലൈ ചെയ്യുക. അപ്പോൾ B.Ed നിങ്ങൾക്ക് ടീച്ചർ ആവാനായിട്ടാണ് താല്പര്യമുള്ളതെങ്കിൽ നിങ്ങൾ ഇതിന് അപേക്ഷിക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു ഡിഗ്രിയാണ് ഈ ഒരു B.Ed കോഴ്സ് ചെയ്യാനുള്ള ആ ഒരു യോഗ്യത എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പ്ലസ് ടുവിന് ശേഷം നിങ്ങൾക്ക് നേരെ ഈ ഒരു TTC അതായത് DLED കോഴ്സ് ചെയ്യാൻ സാധിക്കുമെങ്കിലും നിങ്ങൾക്ക് ഒരു B.Ed ഒക്കെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതായത് ഡിഗ്രി ഒക്കെ ചെയ്ത ശേഷം ഒരു B.Ed ഒക്കെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ഇതിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് ഗവൺമെൻറ് സ്കൂളുകളിൽ അഡ്മിഷൻ നേടാനായിട്ട് നിങ്ങൾക്ക് അതായത് ഈ ഒരു സെറ്റ്, നെറ്റ് ഇതുപോലുള്ള പരീക്ഷകൾ കൂടി നിങ്ങൾ പാസ്സാവേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഗവൺമെൻറ് സ്കൂൾ മാത്രമല്ല എയ്ഡഡ് സ്കൂളുകളുണ്ടാവും. അപ്പോൾ അതിലും നിങ്ങൾക്ക് അഡ്മിഷൻ ഈ ഒരു ടീച്ചറായിട്ട് ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെറ്റ്, നെറ്റ് ഇതുപോലുള്ള യോഗ്യതയൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണ്. ആ ഒരു കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാതെ B.Ed മാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പഠിപ്പിക്കാനായിട്ട് സാധിക്കും. എന്നാൽ നിങ്ങൾക്ക് സ്ഥിര നിയമനം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ സെറ്റ്, നെറ്റ് ഇതിൽ ഏതെങ്കിലും ഒരു യോഗ്യത നിങ്ങൾ നേടിയിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിലും അതുപോലെ തന്നെ ഒരു സാധാരണ UP LP സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്നതിനായിട്ട് വ്യത്യസ്ത യോഗ്യതയാണ് ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനനുസരിച്ചുള്ള യോഗ്യതകൾ നേടാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.